ഹായ് വെൽക്കം ടു അൽഷാജ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എവിടെയാണ്? കാപ്പാട് ബീച്ചിൽ. അതായത് ഏകദേശം 5-6 മാസത്തിൻ്റെ മേലായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ബീച്ച് ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഭയങ്കര ഫേവറബിളായി, കാരണം നമ്മൾ എവിടെയും പോകാനില്ലാതെ. അതെ, കൊറോണ കാരണം എല്ലാ സ്ഥലത്തും ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിലവിൽ നീ മാസ്ക് ഒഴിവാക്കി ഇപ്പോൾ ഫൈൻ കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ബീച്ച് പഴയ പോലെ അല്ല, വളരെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണ്. നമ്മൾ ഇതിന് മുന്നേ വന്നപ്പോൾ അല്ലേ ഒരു 1 ഇയർ മുന്നേ വരുന്നപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ട് ഇപ്പം ഫുള്ള് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓപ്പൺ ആവാണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന സേഫാണ്. ഒരുവിധം ആൾക്കാർക്കൊക്കെ വന്നിട്ട് ഇരിക്കാനും ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് വന്നിട്ട് ബീച്ച് കാണുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബീച്ച് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയി ഇന്നല്ലേ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, കോഴിക്കോട് ബീച്ചിനെക്കാട്ടും കുറച്ചുകൂടെ സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ. പിന്നെ അതെ, കോഴിക്കോട് ബീച്ചിന് കുറ്റം പറയില്ല, പക്ഷെ കോഴിക്കോട് ബീച്ചിന്റെ അത്ര ക്രൗഡ് വേറെ ഒരു ബീച്ചിലും ഉണ്ടാവില്ല. അതിൽ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാനും ഒക്കെ സേഫ് ആയിട്ടുള്ള ഒരു റീജിയൻ ഇതാണ്. അപ്പൊ നമ്മളെല്ലാം നടന്ന് കാണിക്കല്ലേ? ഓക്കെ, നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാവരും ഒന്ന് കാണട്ടെ കാപ്പാട് ബീച്ച്. ചിലപ്പോൾ ലോങ് ഉള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ട്രീ ഹൗസ് പോലെയുള്ള ഒരു സെറ്റപ്പാണ്. ഇങ്ങനത്തെ ഒരു 3-4 എണ്ണം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇതിൻ്റെ മുകളിൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു ബോർഡ് വെച്ചിട്ട് ഒരു ബ്ലോക്ക് ചെയ്ത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലൈഫ് ഗാർഡ്സ് ഓൺലി എന്നാണ് ഇപ്പോൾ അവർ ബോർഡ് വെച്ചിട്ടുള്ളത്. ഗ്രാജുവലി മേ ബി ഇത് ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ആവും ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ ഇതിലെ വ്യൂ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊരു ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് ഒരു ഞാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് ട്രൈ ചെയ്തിട്ടില്ല. മേ ബി പയ്യന്മാരൊക്കെ വന്നാൽ അവർക്കൊക്കെ ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുമോ? വേണ്ട, ഞങ്ങളൊന്നും പറയില്ല അല്ല. പക്ഷെ ഞാൻ പറയാണ്, നമ്മളിപ്പോൾ ഒരു പയ്യന്മാരൊക്കെ വന്നാൽ ചിലപ്പോൾ അവരെ ഒന്നും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ ഇരിക്കണില്ലേ. ഇതെന്തായാലും അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ചെയർ അല്ലേ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ചെയർ മാത്രമല്ല, ബെഡ് സെറ്റപ്പ് ഉണ്ട് തോന്നുന്നു. മേ ബി നമ്മൾ നല്ല ഹോട്ടലിലും റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂളിൻ്റെ ആ ഒരു ഏരിയയിൽ സെറ്റപ്പ് ഉള്ള അല്ലേ സെറ്റപ്പ്. എന്തായാലും നല്ല അടിപൊളി വൈബാണ്. അവിടെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, ചേഞ്ചിങ് റൂം, ജെന്റ്സ് ആൻഡ് ലേഡീസ്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളെ GCC കൺട്രിയിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. അതെ, ഗോവ അങ്ങനെയുള്ള സെറ്റപ്പുകളിലൊക്കെ കാണുന്നതാണ്. അന്നൊന്നും ഞങ്ങൾ ഈ വ്ളോഗിനെ പറ്റി ചിന്തിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയപ്പോൾ ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഇപ്പോൾ വ്ളോഗ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അത് അവളൊറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തെന്നുള്ളൂ. എന്താ എങ്ങോട്ടാ പോണേ? എന്നെ കൊണ്ടുപോയില്ലേ? ഇതൊക്കെ വീഡിയോയിൽ വരും. ഈ സെറ്റപ്പ് ആയിട്ടാ നമുക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവർ അടിപൊളിയായിട്ടുള്ളൊരു ഇത് മുന്നേ ഇല്ലായിരുന്നു ഇപ്പോൾ. ഇതിപ്പോൾ അവർ ചെയ്ത ഒരു വേ പോലെ സെറ്റ് ചെയ്തിരുന്നു. നല്ല അടിപൊളി വൈബാണ്. ഫ്ലാഗൊക്കെ വെച്ചിട്ട് 3 ഫ്ലാഗ്. പക്ഷെ 3 കാലുണ്ടെങ്കിൽ ഒരു ഫ്ലാഗ് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. മേ ബി ഭാവിയിൽ 2 ഫ്ലാഗ്. ഈ ഭയങ്കര ബുദ്ധിയാണല്ലോ എനിക്ക്. പക്ഷെ അവിടെ ഭയങ്കര ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഷൂട്ടിംഗ് ഉണ്ട്, 2 ഷൂട്ടിംഗ് തന്നെ. പിന്നെ ഞങ്ങൾ അവരെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊളാക്കാൻ വേണ്ടി പോയിട്ടില്ല.
കണ്ടിട്ടുണ്ടാവും. നമ്മളെ കാപ്പാട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. കേക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഭയങ്കര വണ്ടിയുടെ സൗണ്ടും പിന്നെ ഇതിൻ്റെ കാറ്റിൻ്റെ സൗണ്ടും ഉണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ അൽഷാജ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നല്ല നല്ല വീഡിയോ ഇനിയും കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറയാ. ഓക്കെ, പിന്നെ ഞങ്ങൾ ടയേർഡായി, അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കിതയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഫുഡ് കഴിക്കണം. ഇവിടെ ഒരാള് ഫുഡിന്റെ ആളാണ്. ഓക്കെ, ഓ പറയുന്ന ആളാ? അല്ല, ഞാൻ വലിയ മോശമൊന്നുമില്ല. പിന്നെ എങ്ങനെ ആക്കിയത് ആളാണ്. ഞാൻ കെട്ടിക്കൊണ്ടുവരുമ്പോ ആകെ 50 കിലോട്ടുള്ളൂ. ഇപ്പോ എവിടെ എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാരോടും ബൈ. വീണ്ടും കാണും. സന്ധിക്കും വരേക്കും വണക്കം. സുലാൻ.